കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ ചരിത്രപരമായി രേഖപ്പെടുത്തിയ വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളാണ്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ ലേഖനങ്ങളിലൂടെയും മറ്റും വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ വലിയ സത്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയോടുകൂടിയുള്ളതായ വലിയ കേൾവി ആവശ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കാം. പാപമോചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ മാത്രമാണ് എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. അത് നമ്മുടെയൊക്കെ പ്രസംഗ വിഷയത്തിൻ്റെ കാതലായ കാര്യവുമാണ്. എന്നാൽ അത് ആ നിലയിൽ അംഗീകരിക്കാത്ത വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിലുമുണ്ട്, അല്ലാത്തവരിലാണ് അധികവും. എന്തുകൊണ്ടാണ് ഒരു പാപപരിഹാര ബലി പാപമോചനത്തിന് ആവശ്യമായി വരുന്നത് എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഞാനിത് പറയാൻ കാരണം, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടി വിയിലൊരു ചർച്ച കേട്ടു. അതിൽ ഒരു പ്രത്യേക വ്യക്തി, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതായ ഒരു ചർച്ചയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. നമ്മുടെ ആ വിശ്വാസത്തെ വിശദീകരിക്കാൻ ഒരു വ്യക്തി അതിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വ്യക്തികളൊക്കെ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. ഒന്ന്, അദ്ദേഹം അതാണ് എതിർത്ത്. രണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രമേ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ടും പാപബോധം ലഭിക്കാനായിട്ടും കഴിയുകയുള്ളൂ എന്ന് ഇവർ ശാഠ്യം പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, യേശു ഭൂമിയിലായിരുന്ന സമയത്ത് അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നീട് തൻ്റെ മരണശേഷം തൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതായ ഒരു ആശയമാണ് ഇന്ന് ക്രിസ്തു വിശ്വാസികളായിട്ടുള്ളവരെ പ്രചരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന, നമ്മൾ മുടിയപുത്രൻ എന്നാണ് നമ്മൾ പറയുന്നത്, അത് ഒരു തെറ്റായ ഒരു അവതരണ ശൈലിയാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇനിയോ അത് ആണ് നമ്മൾ പ്രചാരത്തിലുള്ളത്, അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാമെന്ന് തെറ്റൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ മുടിയനായ പുത്രൻ, ആ ഇളയ മകൻ ധൂർത്തനായി വളരെ മോശക്കാരനായി ജീവിച്ചപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ അവന് പശ്ചാത്താപമുണ്ടായി. പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല. അതുകൊണ്ട് പിതാവ് അവനെ സ്വീകരിച്ചു. ഇത് യേശു തന്നെ പറഞ്ഞ ഉപമയാണ്. അവിടെ ഒരു പാപപരിഹാര ബലിയെന്നോ എൻ്റെ മരണം കൂടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വീകരിക്കപ്പെടുന്നതെന്നൊന്നും കർത്താവ് പഠിപ്പിച്ചില്ല. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഈ ക്രിസ്തു അവരെ പെന്തക്കോസ്തുകാരെന്ന അങ്ങനെയൊക്കെ പൊതുവെ പറയുന്നതാണല്ലോ. ഇങ്ങനെ പഠിപ്പിക്കുന്നതും ഈ അപ്പോസ്തലൻ പൗലൂസും മറ്റാളുകളൊക്കെയാണ് ഇത് ലേഖനത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം വാശി പിടിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ വശം പറയാനായിട്ട് ഒരു സഹോദരനിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു, എന്നാലും വേണ്ടത്ര അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ ഈ വിഷയം പഠിക്കാൻ തുടങ്ങിയ സമയമാണ്. ഞാൻ പറഞ്ഞ കോവിഡിൻ്റെ ജസ്റ്റ് മുമ്പാണ് ഇത് പഠിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചത്. അപ്പോൾ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു. ശരിയാണല്ലോ, പ്രഥമ ദൃഷ്ടിയ ആ ഉപമ നാം വായിച്ചാൽ അവിടെ കാണുന്നത് എന്താ? ഇളയ മകൻ ധൂർത്തുപുത്രനായി തോന്നിവാസത്തിൽ ജീവിച്ച് നാറ്റിച്ച് ആ കുടുംബത്തിൻ്റെ അന്തസ്സൊക്കെ കളഞ്ഞ് മൂത്ത സഹോദരൻ പറയുന്നത് ദുർനടപ്പുകാരനായി ജീവിച്ച് എന്നൊക്കെയാണ് പറയുന്നത്.
ഈ വ്യക്തി തിരിച്ചു വന്നപ്പോഴുണ്ടായതെന്താ? അദ്ദേഹം അവന് സുബോധം വന്നു, തിരിച്ചു വന്നു. പിതാവ് അവനെ കണ്ടപ്പോഴേ ഓടിപ്പോയി സ്വീകരിച്ചു, അവന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോൾ പാപം അവൻ്റെ കുറ്റം ക്ഷമിച്ച് പിതാവ് സ്വീകരിച്ചപ്പോൾ അവിടെ ഈ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം വാശി പിടിച്ചു ചോദിച്ചത്. അപ്പം ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴേ ചില മതവിഭാഗങ്ങളിൽ ഈ ആശയം അവരെ നമ്മെക്കുറിച്ച് പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ വിഭാഗത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇത് ഓൺലൈനായിട്ട് പോകുന്നതാണ്. അത് എന്തായിരുന്നാലും അവരുടെ പുസ്തകങ്ങളിലൊക്കെ അത് അവർ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകം സുവിശേഷം അവതരിപ്പിക്കുന്ന വ്യക്തികൾ അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ അവതരിപ്പിക്കുന്നതോടും കൂടെയാണ് അതിൻ്റെ പ്രയാസം വരുന്നത്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെയും കൂടെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. കാരണം സുവിശേഷ സന്ദേശത്തിന് വേണ്ടി ഈ ഉപമ എടുത്തുകൊണ്ട് വിവരിക്കുമ്പോൾ കാതലായ ഭാഗം അവിടെ ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കാതെ അത് ഉണ്ട് എന്നുള്ള ധാരണയിലാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. എന്തോ ആകട്ടെ, ഞാൻ ഈ വിഷയം പഠിക്കാൻ ശ്രമിച്ചു. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഉപമയാണ്. ഈ പാരബൽ അല്ലെങ്കിൽ ഉപമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആശയം മാത്രം വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും എല്ലാ മേഖലയും സ്പർശിക്കുന്നതല്ല എന്ന് നാം മനസ്സിലാക്കും. ആ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയൊന്നിരിക്കുകയാണ്. ഞാനിതിന് മുമ്പ് ഒരിക്കൽ ഇത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, സഭായോഗങ്ങളിൽ വെച്ച്. അതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കിയാൽ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പുറപ്പെടുത്തു. അവിടെ അവരോട് ഈ ഉപമ പറഞ്ഞു തന്നിട്ട് 1, 2, 3 ഉപമകൾ അവിടെ പറഞ്ഞതായിട്ട് നാം കാണും. ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ പറയുന്നത് ചുങ്കക്കാരും പാപികളും, അത് അവിടുത്തെ ഒരു പ്രത്യേക പ്രൈസാണ്. സമൂഹത്തിൽ മോശക്കാരായ അല്ലെങ്കിൽ ധാർമ്മികമായ നിലവാരം കുറഞ്ഞ ആളുകളെ ഒക്കെയാണ് യേശു കർത്താവ് സ്വാധീനിക്കുകയും അല്ലെങ്കിൽ അവർ ചങ്ങാത്തമാണ് തനിക്കുള്ളത്. ഇവനാണോ ഗുരു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരെ ചില സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക ആശയം അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപമകളൊക്കെ പറഞ്ഞത്. നമ്മുടെ 3-ാമത്തെ ഉപമയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത്, ഈ വ്യക്തി, ഈ ഇളയ മകൻ ദൂർത്തനായും അങ്ങോട്ട് പോയി ഇതൊക്കെ നശിപ്പിച്ചു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അവൻ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വായിക്കുന്നത് അതിൻ്റെ 20-ാമത്തെ വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്നു തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മതി. ഇവിടെ യേശു കർത്താവ് വരച്ച് കാണിക്കുന്ന പിതാവ് തൻ്റെ പിതാവിനെയാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രം. സ്നേഹവാനായ പിതാവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള 2 ഉപമകൾ ശ്രദ്ധിച്ചാലറിയാം. ഒന്ന്, ഇടയൻ ആടിനെ തേടിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ ആട് ഇടയൻ്റെ അടുത്തേക്ക് വരുന്നതല്ല. കാണാതെ പോയ നാണയം അല്ലെങ്കിൽ ദ്രഹ്മ അടിച്ചു വാരി സൂക്ഷിച്ച് കൊണ്ടുവരുന്നു. അവിടെയൊക്കെ അവസാനം പറയുന്നത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും, ദൂതന്മാരുടെ ഇടയിൽ സന്തോഷം ഉണ്ടാകും എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പശ്ചാത്താപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പിതാവ് അവനെ സ്വീകരിച്ചത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അനുസരിച്ചു. അതിനുശേഷമാണ് പിതാവിനോട് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ഏറ്റുപറച്ചിലുകളുടെയും പശ്ചാത്താപത്തിൻ്റെയും പ്രഖ്യാപനത്തിന് മുമ്പാണ് ഈ പിതാവ് ഇവനെ സ്വീകരിച്ചത്. അപ്പോൾ യേശു കർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വായിക്കേണ്ട, നമുക്കറിയാം. പിതാവിനെ വെളിപ്പെടുത്താനാണ് തൻ മനുഷ്യാവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം.
ഇവരുടെ യഹൂദന്മാരുടെ മധ്യത്തിൽ വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന ഭയപ്പെട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് സ്നേഹവാനായ ഒരു ദൈവം, കൃപയുള്ള ദൈവം, അല്ലെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയും അവരത് പറയുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ അവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് അതുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവനെ സ്വീകരിച്ചത് എന്ന് പറയാനായിട്ട് നിവൃത്തിയില്ല. കാരണം എന്താ? ഈ പശ്ചാത്താപത്തിൻ്റെ വാക്കുകൾ പറയുന്നതിന് മുൻപേ തന്നെ മുൻകൈയെടുത്ത് ഓടിച്ചെന്നത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം ഓടിച്ചെന്നു എന്ന് അലങ്കാര ഭാഷയിലാണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ഭാഗമാണിത്. അവിടെ പറയുന്നത് ഓടിച്ചെന്നു, അവൻ്റെ കഴുത്ത് മനസ്സലിഞ്ഞു. ഇതൊക്കെ സംഭവിച്ചത് ഇവൻ്റെ പശ്ചാത്താപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് പിതാവിൻ്റെ സ്വഭാവമാണ് എന്ന് നാം മനസ്സിലാക്കും. ഇതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറഞ്ഞത് ഇതിൽ നിന്ന് ലഭിക്കുന്നത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യരോട് കൃപ കാണിക്കുന്നത് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ താൻ പറഞ്ഞത്. ഇത് അങ്ങനെ അല്ലെങ്കിൽ പ്രവൃത്തി കൂടാതെ ദൈവം മനുഷ്യനെ സ്വീകരിക്കുന്നു. ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ, ക്രിസ്തീയ സഭാവിഭാഗങ്ങളിലൊക്കെ, പാരമ്പര്യ സഭകളിലൊക്കെ ഉള്ള ഒരു തെറ്റായ ആശയം, രക്ഷിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ ദൈവമക്കളായി തീരാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ കൂടെ വേണം. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അനുതാപവും ഏറ്റുപറച്ചിലൊക്കെ വേണ്ടതല്ലേ? വേണ്ടതാണ്. അനുതാപവും ഏറ്റുപറച്ചിലും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഈ ദൈവകൃപയോടുള്ള പ്രതികരണം മാത്രമാണ്. രക്ഷ എന്നുള്ളത് പൂർണ്ണമായും ദൈവം ചെയ്ത കാര്യമാണ്. അതിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല. ദാനമായി നൽകപ്പെടുന്നു. പ്രവൃത്തികൾ കാരണമല്ല എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ഒരു പ്രവൃത്തികളും അതിന് കാരണമല്ല. അപ്പോൾ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം സ്വീകരിക്കാനായിട്ട് അവൻ്റെ അനുതാപവും ഏറ്റുപറച്ചിലും ആവശ്യമാണ്. അത് അവൻ്റെ ഭാഗത്ത് അത് സ്വീകരിക്കാനായിട്ടുള്ളത് മനോഭാവത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലാതെ ഇതല്ല. ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഈ പാപമോചനം എല്ലാം തന്നെ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂശുമരണത്തിന് മുമ്പുള്ള പാപങ്ങളും അതിനുശേഷമുള്ള പാപങ്ങളും ഒക്കെ ദൈവം അംഗീകരിച്ച് സ്വീകരിച്ച് പാപമോചനം നൽകിയത് എന്ന് കാണാൻ സാധിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അതാണ് എന്ന് നാം തിരിച്ചറിയണം. അതായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ളവരും ഇനി ജനിച്ച് മരിക്കാൻ ഉള്ളവരും ഒക്കെ ദൈവമുമ്പാകെ അംഗീകരിക്കപ്പെടുന്നത്, പാപമോചനം ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ഇതിന് മുമ്പ് നടന്നതോ? ഇത് യേശു കർത്താവിന് ക്രൂശ് മരണം നടന്നിട്ടില്ല, അതിന് മുമ്പാണ് നടന്നത്. ക്രൂശ് മരണം നടന്നതോടുകൂടെ ആ പൂർത്തീകരിക്കപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മധ്യത്തിലും ഉണ്ടായിട്ടുള്ള ചില ചിന്താഗതികളൊക്കെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഒന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ട സാക്ഷ്യം പറയുന്ന ആളുകൾ, യുവാക്കന്മാരും അല്ലെങ്കിൽ യുവതികൾ ഇപ്പം നമ്മുടെ പ്രത്യേക രീതി അനുസരിച്ച് സഹോദരന്മാരുടെ ഇതിലാണെന്ന് വിചാരിച്ചോളൂ. സാക്ഷ്യം പറയുമ്പോൾ വലിയ കണ്ണീരോ വലിയ ബഹളമോ ഒന്നുമില്ല. അവർ എഴുന്നേറ്റെന്ന് പറയും, ഞാൻ കർത്താവിനെ ദൈവമായി സ്വീകരിച്ചു, ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടെ ഒരു വാക്യം വായിച്ച് അവനിരിക്കുന്നു. അപ്പോൾ അന്ന് ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ യുവാവായിരുന്ന സമയത്ത് പ്രായമുണ്ട്. ഒരു കണ്ണീര് പോലും അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്നില്ല. യാതൊരു കുറ്റബോധവും അനുതാപത്തിൻ്റെ ഒരു ഇത് യഥാർത്ഥത്തിലുള്ളൊരു സാക്ഷ്യമാണ് എന്ന്. ഇത് നമ്മുടെ മധ്യത്തിലുള്ളതായ തെറ്റായ ആശയമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുതാപത്തിൻ്റെ തീവ്രത കൊണ്ടല്ല ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, മറിച്ച് ദൈവം യേശു ക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ടതായ പാപമോചനത്തെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് കാര്യം. അത് ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം, അത് ശരിയാണ്.
ഞാൻ ഏറ്റുപറയണം, അതും ശരിയാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെടുന്നത് എൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സാധിപ്പിച്ചതായ പാപപരിഹാര ബലി ദൈവം അംഗീകരിച്ചതുകൊണ്ട് ആ ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രമേ ഈ ആശയങ്ങൾ പറയാനായിട്ട് കഴിയൂ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പിന്നെയും കടന്നു വരട്ടെ. പാപമോചനം എന്നുള്ള പ്രശ്നം ആണ് നാം ഇനി കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പാപമോചനം കൊടുക്കാനായിട്ട് ദൈവത്തിന് എന്തിനാണ് ഇത്രയും ഒരു വലിയ യാഗം മരണം ആവശ്യമായി വന്നത്? നമുക്കറിയാം, മനുഷ്യരായ നമ്മോടൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്താ? മനുഷ്യർ നിങ്ങൾ 5 ചോദ്യം കുറ്റം ചെയ്യാൻ ശ്രമിക്കണം. 10 ദിവസം എന്ന് ചോദിച്ചു 7 പ്രാവശ്യം ശ്രമിച്ചാൽ മതിയോ? അല്ല, 70 പ്രാവശ്യം ശ്രമിക്കണം. അപ്പോൾ മനുഷ്യരായ നമ്മോടൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്താ? നിങ്ങൾ 5 ചോദ്യം ശ്രമിക്കണം. ദൈവത്തിന് അങ്ങനെ ശ്രമിച്ചാൽ പോരെ. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മനുഷ്യരായ നാമൊക്കെ ഒരേ തരത്തിലുള്ള ആളുകളാണ്, ജീവികളാണ്. നാം എല്ലാം പാപികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെതായ ശ്രേഷ്ഠതയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉന്നതനായ വ്യക്തിയാണ് ദൈവം. മാത്രമല്ല, ദൈവത്തിന് നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ തൻ്റെ വിശുദ്ധമായ നീതിക്കും സ്നേഹത്തിനും കോട്ടം വരാത്ത രീതിയിലെ ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കാനായിട്ട് സാധിക്കും. അത് പൂർത്തീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം എന്താ? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ പാപിയായ ഒരു മനുഷ്യൻ രക്തം ചൊരിഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. കാരണം അവനെല്ലാം പാപിയാണ്. പാപമില്ലാത്ത ദൈവപുത്രൻ മനുഷ്യനായി തീർന്ന് പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പകരക്കാരനെ മരിച്ചതുകൊണ്ട് മാത്രമാണ് പാപമോചനം സാധ്യമായി തീർന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് 2 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാപം എന്ന് പറഞ്ഞാൽ എത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ദൈവം എത്ര വിശുദ്ധനും ഉന്നതനുമാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത്രയും ലാഘവത്തോടുകൂടെ കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നാം ചോദിക്കേണ്ട വിഷയം, ദൈവത്തിന് എന്തുകൊണ്ടാണ് ഈ പാപമോചനത്തിന് ഇത്രയും ഗൗരവതരമായ ഒരു ഒരുക്കം നടത്തി തൻ്റെ പുത്രനെ, ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്ന് പാപത്തിൻ്റെ ശിക്ഷ വാങ്ങി ഇത്രയും ക്രൂരമായ മരണം അനുഭവിക്കാൻ എന്തുകൊണ്ടാണ് ആവശ്യം വന്നത് എന്നാണ് നാം ചിന്തിക്കുക. അപ്പോഴാണ് ഇതിന് താഴോട്ട് ആഴത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാം. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും തനിക്ക് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ നീതിയെയും വിശുദ്ധിയെയും ബലി കഴിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിക്കും കോട്ടം തട്ടാതെ, അല്ലെങ്കിൽ തൻ്റെ സ്വഭാവ ഗുണങ്ങൾക്ക് യാതൊരു വൈരുദ്ധ്യം വരാതെ വേണം തൻ്റെ പാപപരിഹാര ബലി നടത്താൻ, അല്ലെങ്കിൽ പാപമോചനത്തിലുള്ളതായ പ്രക്രിയ നടത്താൻ. അതുകൊണ്ട് ദൈവത്തിന് തൻ്റെ വിശുദ്ധിക്കും നീതിക്കും യുക്തമായ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതായ പാപപരിഹാര ബലിയെ അല്ലെങ്കിൽ താൻ അംഗീകരിക്കൂ എന്നുള്ളത് കൊണ്ടാണ് പാപമില്ലാത്ത ദൈവപുത്രൻ മനുഷ്യനായി വന്ന് പാപത്തിന് പകരക്കാരനായി മരിക്കാൻ ആവശ്യം വന്നത് എന്ന്. അപ്പം അതുകൊണ്ട് ഇത് 4 ഭാഗങ്ങളാക്കിയിട്ടാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, പാപത്തിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഭീകരത എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത്. 2, മനുഷ്യൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്താണ് ഈ വിഷയത്തോട്, പാപത്തോട് ബന്ധപ്പെട്ട്. 3, ശരിയായ കുറ്റബോധവും ശരിയല്ലാത്ത വ്യാജമായ കുറ്റബോധവും എന്നുള്ളതാണ് 3ാമത്തെ വിഷയം. 4,
ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ ക്രോധവും എങ്ങനെയാണ് ഈ ക്രൂശുമരണത്തിൽ പ്രതിഫലിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ വിഷയത്തിലേക്ക് നാം ഇന്ന് രാത്രി ഒന്ന് കടക്കുകയാണ്. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം വേദപുസ്തകം വായിക്കുമ്പോൾ പല ആശയങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സാധാരണ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലക്ഷ്യത്തിൽ വ്യതിചലിക്കുക, അല്ലെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥകൾ ലംഘിച്ചു പോവുക, അകൃത്യം അതിക്രമിച്ച് കിടക്കുക, അങ്ങനെയുള്ള പല ആശയങ്ങളും വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരി മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്, നമുക്ക് നൽകിയിട്ടുള്ള മനസ്സാക്ഷി. നാം റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം അപ്പോസ്തലൻ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് റോമാലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അവിടെ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ അവിടെ കാണിക്കുന്നത്. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ഈ ദൈവിക പ്രമാണങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ, സുവിശേഷം കേൾക്കുക, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു മനസ്സാക്ഷി ദൈവം വെച്ചിട്ടുള്ളത് ദൈവികമായ സംവിധാനമാണ്. നാം ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിലുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക സ്വഭാവങ്ങൾ ഒരു പരിധിവരെ മനുഷ്യനിലും കാണണം എന്നുള്ള ഉദ്ദേശത്തോടുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് ദൈവത്തിന് മനസ്സാക്ഷി ഉണ്ടെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ ചില നിയമങ്ങളുണ്ടെന്നുള്ളത് ബോധ്യമുണ്ട്. ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ഇന്ന കാര്യങ്ങൾ ശരിയാണെന്നും തിരിച്ചറിയാനുള്ള കഴിവോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കൂടെ അവൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് തന്നെ അവൻ പാപിയാണ് എന്നുള്ള ബോധ്യം അവനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആധുനിക കാലത്ത് പലരും പറയുന്നത് മനുഷ്യനെ പാപി എന്ന് വിളിക്കാൻ പാടില്ല, അതൊക്കെ വളരെ പഴഞ്ചൻ ആശയങ്ങളാണ് എന്നൊക്കെ. അത് സാധാരണ എല്ലാ മതങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നതാണ് ആശയം, ക്രിസ്തീയ മാർഗത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണല്ലോ അവരൊക്കെ തീർത്ഥാടനത്തിന് പോകുന്നതും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും നോയമ്പ് നോൽക്കുന്നതും അവർ ദൈവമുമ്പാകെ ചെല്ലാൻ യോഗ്യരല്ല എന്നുള്ളതുകൊണ്ട് അവന് വേണ്ടി തന്നെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അവർ തന്നെ അറിയാം, ജന്മനാ എന്നിൽ പാപ സ്വഭാവം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുകൊണ്ട് ഈ പാപ സ്വഭാവത്തിൻ്റെ പ്രവണതയിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നതുകൊണ്ടും ആണ് സ്വന്തമായ, അല്ലെങ്കിൽ അവനെ പഠിപ്പിച്ച അവന് വിശ്വാസ പ്രമാണങ്ങൾ, അവൻ വിശ്വസിച്ച് നിൽക്കുന്ന മതസംവിധാനത്തിലെ ആശയങ്ങൾ അവനെടുത്ത് ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട്, പാപം എന്ന് പറഞ്ഞത് ചെറിയ അബദ്ധങ്ങൾ പറ്റുന്ന ഒരു കാര്യമായിട്ടല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുതാ മനോഭാവമാണ്. അങ്ങനെയുണ്ട്. അത് നാം മനസ്സിലാക്കണമെങ്കിൽ ഈ ആദ്യ മാതാപിതാക്കളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ ഈ ശത്രുതാ മനോഭാവം എന്ന് പറയുന്നത്? ഈ ശത്രുതാ മനോഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് മത്സര മനോഭാവം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് കീഴ്പ്പെടാൻ എനിക്ക് താല്പര്യമില്ല. പല ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ദൈവം ആദാമിനെ ഹവ്വയൊക്കെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കി, അവിടെ എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്തു, എല്ലാ അധികാരങ്ങളും കൊടുത്തു, എന്നിട്ട് ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഇതില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവുകയായിരുന്നല്ലോ. എന്നാൽ നാം മനസ്സിലാക്കണം, ദൈവം ഉദ്ദേശിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് എന്ന് മാത്രമല്ല, അവന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകിയത് ദൈവമാണ്.
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. എന്നിട്ട് അവന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടല്ല നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് 8-ാം സങ്കീർത്തനം ഇത് വായിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു, അവന് എല്ലാ അധികാരങ്ങളും നൽകി, ഭൂമിയെ വാഴാനായിട്ട് സർവ്വ ഭൂജലജന്തുക്കളും ആകാശത്തിലെ പറവുകൾക്കും ഇഴജന്തുക്കളും എല്ലാത്തിന്മേലും അധികാരം അവർ കൊടുത്തു. മാത്രമല്ല യാതൊരു അധ്വാനവും കൂടാതെ എല്ലാം ഭക്ഷിക്കാവുന്ന ഒരു വലിയ ഏതൻ തോട്ടമുണ്ടായി. അവിടെ ആകെ കൂടി എന്നോട് പറഞ്ഞത് കൃഷി ചെയ്യണം, അതിന് സൂക്ഷിക്കണം എന്ന് മാത്രമാണ്. ഒരു നിബന്ധന മാത്രമാണ് വെച്ചത്. എന്തുകൊണ്ടാണ് വെച്ചത്? നീ സ്വയമായി ആർജിച്ചെടുത്തതല്ല ഇതൊന്നും, നിനക്ക് നൽകപ്പെട്ടതാണ്. ഇതിൻ്റെ ആശയം ഞാൻ പഠിക്കാനായി ശ്രമിച്ചപ്പോഴേ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങൾക്കറിയാം. ഇവിടെ അതുപോലെ ജോലി ചെയ്ത പല ആൾക്കാരുമുണ്ട്. അവിടെയൊക്കെ ഈ ഡെലിഗേറ്റഡ് പവർ എന്നൊരു ആശയം, ഡെലിഗേറ്റഡ് നൽകപ്പെട്ട അധികാരം. എന്നാൽ പല ഉദ്യോഗസ്ഥന്മാർക്കുള്ളൊരു കുഴപ്പം, ഈ അധികാരം കിട്ടിയത് അത് ആ പോസ്റ്റിൽ ആ ജോലിക്ക് വേണ്ടി നൽകപ്പെട്ട അധികാരമാണ്, അല്ലാതെ ആ വ്യക്തിക്ക് കൊടുക്കുന്ന അധികാരമല്ല. അത് പല അധികാരങ്ങളുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്കല്ല അധികാരം, ആ സ്ഥാനത്തിനാണ് അധികാരം. അപ്പോൾ ആളുകളത് മനസ്സിലാക്കാതെ ഈ അധികാരം എൻ്റേതാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പ്രയോഗിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, അത് നൽകപ്പെട്ട അധികാരമാണ്. ഞാനൊക്കെ ഓഫീസിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ ജോലി ചെയ്ത ആ സീറ്റിലിരുന്നിട്ട് പല ആളുകൾക്ക് ഈ പ്രൊമോഷനൊക്കെ കൊടുക്കുന്ന ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിലെഴുതുന്ന വാക്കുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ ഇന്ന സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്നിന്ന അധികാരങ്ങൾ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നിന്ന നിയമത്തിൻ്റെ ക്ലോസൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചു. അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കണം, ഈ അധികാരം എൻ്റെ മേലധികാരി എനിക്ക് നൽകിയതാണ്, എൻ്റെ സ്വന്തമല്ല. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത പല ആളുകളുമാണ് ഈ അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് അവരത് സ്വന്തമാണെന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കണം, ആ സ്ഥാനത്തിരിക്കുമ്പോൾ ലഭിക്കപ്പെടുന്നതായ അധികാരമാണ്. ആദം ഹവ്വ ദമ്പതിമാരോട് ദൈവം പറഞ്ഞത്, നിങ്ങളിവിടെ ആക്കിയിരിക്കുന്നു, ഇന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഈ അധികാരം നൽകിയിരിക്കുന്നു, ഇതിനെല്ലാം അടക്കി വഴണം. മാത്രമല്ല ഞാനുമായിട്ടുള്ള ദൈവമായിട്ടുള്ളതായ കൂട്ടായ്മയിൽ നിങ്ങൾ കഴിയണം. ഒരു നിബന്ധന വെച്ചത്, നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരല്ല, എൻ്റെ നിയന്ത്രണത്തിലുള്ളവരാണ് നിങ്ങളെന്ന് തിരിച്ചറിയണം. ഇത് പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോയതുകൊണ്ടാണ്, പാപം ചെയ്തതിന് ശേഷമാണ് ആ സ്വഭാവം മനുഷ്യന് കൊള്ളുന്നത്. ഇത് നാം തിരിച്ചറിയണം. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ശത്രുതയും മത്സര മനോഭാവത്തെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഗൗരവത്തോടുകൂടിയാണ് ദൈവം അത് കാണുന്നത് അറിയാമോ? കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ് ദൈവം ഈ മനുഷ്യനോടും പറയുന്നത്. മനുഷ്യനെ ഞാൻ പറഞ്ഞല്ലോ, അവന് സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശം ദൈവികമായ ആ സ്വഭാവ ഗുണങ്ങൾ ഒരു പരിധി വരെ ഈ വനിലും വിളങ്ങണം എന്ന് വെച്ച് നൽകിയതാണ്. അതിൽ തൃപ്തിപ്പെടാതെ സർപ്പമാനെ പരീക്ഷിച്ചപ്പോൾ ഞാൻ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ, എന്തിനാ എൻ്റെ മേത്ത് ഇത്രമാത്രം നിയന്ത്രണങ്ങൾ? ഞാനും ദൈവമൊക്കെ ഒരേ സ്റ്റാറ്റസിൽ വരണം, ഞാൻ ദൈവത്തെ പോലെയാകും, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നാണ് അവിടെ സർപ്പം കൊടുത്തതായ അവർക്ക് കൊടുത്ത പ്രലോഭനം. അതായത് ഞാനിങ്ങനെ നിയന്ത്രണത്തിൽ ജീവിക്കാനുള്ള ആളല്ല, ഞാനത്ര മോശക്കാരനല്ല, എനിക്കും ദൈവത്തെ പോലെ ആകണം എന്നുള്ള പറഞ്ഞാൽ ഇതാണ് പാപത്തിൻ്റെ ശത്രുതാ മനോഭാവവും മത്സര മനോഭാവവും എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് പാപം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. ഇതിൽ നാം കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നാൽ മനുഷ്യനുള്ളൊരു പ്രത്യേകത എന്ന് പറയാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മളതിനെ ന്യായീകരിക്കുന്ന സ്വഭാവം. ഇത് കിട്ടിയത് ആദിമാതാപിതാക്കളിൽ നിന്നാണ്. നമുക്കറിയാം, ആ വിഷയമൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് വേദഭാഗം ഞാൻ എടുത്ത് വായിക്കാത്തത്. നമുക്കറിയാം, അത്
ദൈവം മുമ്പാകെ അംഗീകരിക്കാനോ തിരുത്താനോ ആദം തയ്യാറായില്ല. ആദം പറഞ്ഞതെന്താ? നീ എനിക്ക് തുണയെ തന്ന ഈ സ്ത്രീ. എന്നാൽ നാം വായിക്കണം, ആ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഹവ്വയെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആദാം പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാം? ഇത് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സ്വന്തം ആളാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞ ആ വ്യക്തി പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ മനോഭാവം എന്താ? ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നല്ല പറഞ്ഞത്. നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നിട്ടുള്ള ഈ സ്ത്രീ പഴം തിന്നു, ഞാൻ തിന്നു. സ്ത്രീ എന്ന് പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നു. അപ്പോൾ രണ്ട് കൂട്ടരും, രണ്ട് വ്യക്തികളും, ആദാമായാലും ഹവ്വയായാലും കുറ്റമേൽക്കാൻ തയ്യാറാകാതെ ന്യായാന്യായങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനാണ് ദൈവം അവരോട് പറഞ്ഞത്, നീ എൻ്റെ കൽപ്പന ലംഘിച്ച് നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട് ഭൂമി നിന്റെ നിമിത്തം ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് സ്വാതന്ത്ര്യം വേണം. പലപ്പോഴും നമ്മളൊക്കെ ദൈവവചനത്തിൻ്റെതായ ചില വചന കേൾവികൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മോടും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവവചനത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയിലൂടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ദൈവവചനം നമ്മെ ബോധ്യപ്പെടുത്തിയാൽ നമ്മുടെ ആദ്യ പ്രതികരണം എന്താണ് പറയുന്നത്? അതുപോലെ കുറ്റം ചെയ്ത പല ആൾക്കാരെയും നമ്മൾ കണ്ടുപിടിക്കും. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളെയൊക്കെ ദൈവം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അത് ഇത്ര വലിയൊരു കാര്യമാണോ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ ന്യായീകരണങ്ങൾ പൊങ്ങി വരികയാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, അത് ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്, ദൈവത്തോട് മത്സരിക്കുന്നതാണ്. നാം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ കടന്നു വരാം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് എബ്രായ ലേഖനക്കാരൻ പറയുന്ന ചില വാക്കുകളുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നത് ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? ഇസ്രായേലിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ വാക്ക് എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടാണ്. അപ്പോൾ ഇസ്രായേൽ ജനം പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ 3 പ്രത്യേക വാക്കുകളാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന്, മത്സരിച്ചവർ. ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നു. ഒന്നാമത്തത് മത്സര മനോഭാവം, ദൈവത്തിൻ്റെ കൽപ്പന ചോദ്യം ചെയ്യുന്ന അനുഭവം. രണ്ടാമത് വായിക്കുന്നത് അനുസരണം കെട്ടവരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമായിട്ടുണ്ടായിട്ടും അത് ലംഘിക്കുന്ന ഒരു മനോഭാവം. മൂന്നാമത്തെ കാര്യമാണ് നാം അവസാന ഭാഗത്ത് കാണുന്നു. ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ അവിശ്വാസം എന്നാണ്. നാം ഈ ഭാഗം ആ സഹോദരൻ എബ്രായ ലേഖനം പഠിപ്പിച്ചപ്പോൾ അതൊക്കെ ഊന്നി പറയുകയുണ്ടായി. അവിശ്വാസമാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നാൽ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്, പാപം ചെയ്തവരെന്ന് പറഞ്ഞാൽ 3 പ്രത്യേക വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മത്സരിച്ചവർ. 2, അനുസരണം കാണിച്ചവർ. 3, അവിശ്വാസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യ മാതാപിതാക്കളെയും നാം സ്വീകരിച്ചാൽ ഇതേ അനുഭവം കാണാം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം വളരെ വിശദമായി നമ്മൾ പഴയ നിയമ പ്രവചനങ്ങളെയും പ്രവാചക പുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആവർത്തിച്ച് അവരോട് പല രീതിയിൽ പ്രവാചകന്മാർ മുഖാന്തരം, മോശ മുഖാന്തരം, യോശുവ മുഖാന്തരം ഒക്കെ അന്യദൈവങ്ങളെ സേവിക്കരുത്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് ഹേതുവായവരാണ് ഇസ്രായേൽ മക്കൾ. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പല ആശയത്തിൽ കൂടെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ദൈവത്തോട് ശത്രുതാ മനോഭാവവും മത്സര മനോഭാവവുമാണ് ന്യായീകരിക്കുന്നതാണ്.
ഈ വേദഭാഗം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റു ചില വേദഭാഗങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽ കടന്നു വന്നു. എല്ലാം ഇപ്പോഴെടുത്ത് വിശദീകരിക്കാൻ നിവൃത്തിയില്ല. എങ്കിൽ കൂടെ ഒരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം. ഹോശേയ പ്രവചനം നാം പഠിച്ചാൽ കഴിഞ്ഞ ദിവസം ജെറി വന്ന ഹോശേയ പ്രവചനത്തെ പറ്റിയൊക്കെ ആദ്യ ഭാഗമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ വേദഭാഗം വായിച്ചു നോക്കിയാൽ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? യഹൂദായേ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. മതി. ഈ വേദഭാഗം നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ ഇസ്രായേൽ ജനം പറയുന്നത് എന്താ? വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലാം. അവൻ നമ്മെ ശിക്ഷിച്ചു, അവൻ സൗഖ്യമാക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ പ്രതികരണം കേൾക്കണം. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങി പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആശയം എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ അറിയാം. അവർ പറയുന്നത് അവർ അബദ്ധങ്ങളൊക്കെ ചെയ്തു ഒക്കെ ശരിയാണ്. പക്ഷേ അവരുടെ വാക്കുകളിൽ ഒരു അനുതാപത്തിൻ്റെ വാക്കോ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമേ ക്ഷമിക്കണമേ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലറിയാം. ദൈവം ക്ഷമിക്കുന്നവനാണ്, അവൻ വളരെ കരുണ കാണിക്കുന്നവനാണ്. അവിടെ വായിക്കുന്നത് 3-ാം ദിവസം നാം അവനെ സ്നേഹിച്ചാൽ മതി, അവൻ്റെ വഴിയിലേക്ക് വന്നാൽ മതി. അതായത് അനുതാപമില്ലാത്ത രീതിയിൽ പുറമേയുള്ളതായ ഒരു മാനസാന്തരം വെച്ചുകൊണ്ടാണ് ദൈവസന്നിധിക്ക് ചെല്ലുമ്പോഴേ ദൈവം അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, എഫ്രൈമേ, അവിടെ വലിയ ഒരു ഗോത്രമാണല്ലോ, ഇസ്രായേൽ ജനത്തിന് ചൂണ്ടിക്കളിച്ചുകൊണ്ട് തന്നെയാണ് പറയും, ഞാൻ ഇനി നിനക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വാത്സല്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പ്രകടനമൊക്കെ ഉണ്ടല്ലോ, വെറുതെയാണ്. അവിടെ പറയുന്നത് പ്രഭാതമേഘം പോലെ എന്ന് പറഞ്ഞാൽ വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോകും. അതുപോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെ ഇരിക്കുന്നു. ബാഹ്യമായി ഉപരിപ്ലവമായ ഒരു അനുഭവത്തോടു കൂടെയാണ് ഒരു ദൈവസന്നിധി വരുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന വാചകം ആ ഏറ്റുപറച്ചിലിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ പക്ഷേ പറഞ്ഞാൽ അങ്ങനെ നന്നായി പഠിക്കേണ്ട ഒരു പ്രവചന പുസ്തകമാണ്. എന്നാൽ ഇവിടുത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അതിൻ്റെ ആ അധ്യായത്തിൽ തന്നെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളേക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അതിൻ്റെ 7-ാം വാക്യം കൂടെ. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തു. അപ്പോൾ ഈ ആദ്യത്തെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം അവരെ വിലയിരുത്തുന്നത് എന്താ? ഈ 6-ാം വാക്യം കർത്താവ് തന്നെ ഉദ്ധരിച്ചതായിട്ട് നമുക്കറിയാം. അവിടെ പറയുന്നത് അവർ ആദാം എന്ന പോലെ ലംഘിച്ചിട്ട് അത് മൂടി വെച്ചിട്ട് എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇവരെന്ത് പറയുന്നത് അറിയാമോ? ദൈവം നമ്മളെ ക്ഷമിക്കും, ദൈവം കരുണയുള്ളവനാണ്, നമ്മളെ വീണ്ടെടുക്കും. ഇന്ന് ദൈവമക്കളുടെ ഇടയിലും ഈ നിലയിലുള്ളതായ ഒരു പ്രതികരണമുണ്ട്. കാരണം ദൈവം ക്ഷമിക്കുന്നവനാണല്ലോ. അപ്പോൾ എനിക്ക് തെറ്റുപറ്റി എന്നൊന്നും സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും ഒക്കെ ടി വിയിലൊക്കെ കണ്ട വിഷയമാണ്. ഒരു വ്യക്തി, ആ വ്യക്തി പല മോശമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. പിന്നീട് അത് പ്രശ്നമായി തീർന്നു. എല്ലാ ഭാഗത്തു നിന്നും അതിനെതിരായിട്ട് കാര്യങ്ങൾ വന്നപ്പോൾ ആ വ്യക്തിയുടെ പ്രതികരണം എന്താണെന്ന് പറയും,
ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഖേദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചെയ്തത് എനിക്ക് തെറ്റാണെന്നല്ല ബോധ്യം. ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കും. ഞാനത് വായിച്ചപ്പോഴേ പലപ്പോഴും നമ്മുടെ ഇടയിലും പല ഖേദപ്രകടനങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹോശേയ പ്രകടനത്തിൽ ദൈവം പറഞ്ഞതുപോലെ, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ, ആദാം എന്ന പോലെ അവർ ലംഘനം ചെയ്തു, മൂടി വെച്ച് അവർ വിശ്വാസപാതകം ചെയ്തിരിക്കുകയാണ്. അത് ഏറ്റുപറയാനോ തിരുത്താനോ ദൈവമുമ്പാകെ താഴുവാനോ നിവൃത്തിയില്ലാത്ത മനോഭാവം. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേദപുസ്തകം പല രീതിയിൽ പഠിപ്പിക്കുന്നു. നാം പലപ്പോഴും പാപം എന്ന് പറഞ്ഞാൽ ജന്മനായുള്ള പാപം അങ്ങനെയുള്ള ഒരു ആശയത്തിലൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രകടനങ്ങളാണ് ഇന്നത്. നമുക്കറിയാം, കർത്താവിനെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-38. നിന്റെ യേശുവിനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. മതി. അവിടെ ശ്രദ്ധിക്കുക, കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ച ആ വ്യക്തികളോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണത്. ഏറ്റവും വലിയ കൽപ്പനയും ഏറ്റവും ഒന്നാമത്തെ കൽപ്പനയും ഇതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ സ്നേഹിക്കണം. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എൻ്റേതായ മാർഗങ്ങളിൽ കൂടെ പോകുന്നവരാണ്. ദൈവത്തിൻ്റെ നിബന്ധനകൾക്ക് ഞാൻ കീഴ്പ്പെടാൻ തയ്യാറല്ല. ഞാൻ എൻ്റേതായ മാർഗങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾക്ക് ദൈവികമായ നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്ന് നാം ശഠിക്കുന്നവരാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? പാപത്തിൻ്റെ ഗൗരവം എന്ന പ്രാധാന്യം ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മനോഭാവം ഞായറാഴ്ച ദിവസങ്ങളൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ വളരെ ഭംഗിയോടും വളരെ ഭക്തിയോടും കൂടെയാണ് കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിൽ, തൊഴിൽ മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ജീവിത മണ്ഡലങ്ങളിലോ ഒക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പലപ്പോഴും ഓർക്കാറില്ല. ഇത് ഞാൻ പറയാൻ കാരണം അതങ്ങനെയാണ് പലരും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മുമ്പ് ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഗിദിയോൻസിൻ്റെ ഒരു ബൈബിൾ വിതരണം നടന്നു. അതവിടെ ഒരു വ്യക്തിയുടെ സ്വാധീനത്തിൽ അവിടെ വിതരണം ചെയ്യാനൊക്കെ സമ്മതിച്ചു. അവിടെ വിതരണം ചെയ്തു. ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ 350 സ്റ്റാഫ് ഞങ്ങളുണ്ട്. അപ്പോൾ 350 സ്റ്റാഫിന് വേണ്ടി അവിടെ ബൈബിൾ വിതരണം ചെയ്തു. പുതിയ നിയമമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ വാങ്ങിച്ച ആൾ ഒരു ക്രൈസ്തവ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പുസ്തകം വാങ്ങിച്ച ആൾ അദ്ദേഹം മേശയിൽ വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വായിച്ചു നോക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ചിന്തിപ്പിച്ചു. കാരണം പറയാം, ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതല്ല. ഇതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇതൊന്നും പാലിച്ച് ജീവിക്കാൻ ലോകത്തിൽ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആ പുസ്തകം മേശയിൽ ഇരുന്നാൽ മതി എന്നാണ്. ഇത് ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കും ശരി വന്നു. കാരണം എന്നറിയാമോ, നമ്മുടെയൊക്കെ മനോഭാവം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കാര്യമായി ദൈവനെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു, ചിന്ത പങ്കിടുന്നു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ ഏർപ്പെടുന്ന ഈ ലൗകിക മണ്ഡലങ്ങളിൽ ഇതിൻ്റെ സ്വാധീനം എത്രത്തോളം നാം മനസ്സിലാക്കണം. അത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നാം എടുക്കുന്ന മനോഭാവമാണ്. ദൈവത്തിന് നിയന്ത്രണം എനിക്ക് ആവശ്യമില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് ഡിപ്പെൻഡൻസ് എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. അവസാനം ചിലർ ചെയ്യുന്ന പോലെ ഞായറാഴ്ച കൺഫർമേഷൻ പങ്കെടുക്കുമ്പോൾ ഒരു പേരിന് ഒരു എന്തെങ്കിലും ഒരു കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമേ
എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയോടു കൂടിയാണ് അവർ കടന്നു വരുന്നത്. എന്നാൽ അവരുടെ മനസ്സിൽ യാതൊരു തിരുത്തലും വരുത്താൻ തയ്യാറില്ല. ഇതിൻ്റെ കാരണം ദൈവം ഇതെങ്ങനെ കാണുന്നു, പാപം എന്ന് പറഞ്ഞ മനോഭാവം അല്ലെങ്കിൽ പാപം എന്നുള്ളതായ സ്ഥിരം എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ കാൽവരി ക്രൂസിലേക്ക് നാം നോക്കണം. കാരണം ഇത്രയും ഗൗരവമായ അധപ്പതനമാണ് പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അതിന് കൊടുക്കുന്ന ശിക്ഷയുടെ വലിപ്പത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, രാജ്യത്ത് പല നിയമങ്ങളുണ്ട്. ചില ആൾക്കാരൊക്കെ അത് ഈ നിയമങ്ങളൊക്കെ എന്തിനാ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരാണല്ലോ നാം മിക്കവാറും. വഴി കൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടതുവശം ചേർത്ത് പോകണമെന്നൊക്കെയാണ് നമ്മുടെ രാജ്യത്തുള്ള നിയമം. ഒരാൾ വിചാരിക്കണം എനിക്കൊരു നിയമം ബാധകമല്ല, ഞാൻ എനിക്ക് ഇഷ്ടം പോലെ വണ്ടി ഓടിക്കുമെന്ന് വിചാരിച്ചാൽ എതിർവശത്ത് വരുന്നവരെ അതന്നെ വിചാരിക്കുകയാണെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? അപ്പോൾ ഒരു നിയമങ്ങൾക്കും ഞാൻ വിധേയനാകാൻ തയ്യാറല്ല, ദൈവിക വ്യവസ്ഥകളനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല എന്ന് നാം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം അവതാളത്തിലാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, പാപം എത്ര ഗൗരവതരമാണെന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന് ദൈവം പരിഹരിക്കാൻ കൊടുത്ത വിലയുടെ വലിപ്പം നോക്കുമ്പോഴാണ്. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ ചുമത്തുമ്പോൾ നമുക്ക് ഓർക്കുകയുണ്ടായ ഗത്സമനയിലുള്ള തന്നെ പ്രാർത്ഥന, മരണവേദന പോലെ നാം പ്രാർത്ഥിക്കുകയാണ്. കാൽവറി കിടന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ദൈവം ഞാൻ കൈവിട്ടത് എന്തെന്ന് നിലവിളിക്കുന്ന ഒരു പുത്രനെ ഞാൻ കാണുന്നു. അതിൻ്റെ അർത്ഥം പാപം എത്ര ഗൗരവമുള്ളതാണെന്നും അതിന് ശിക്ഷ എത്ര വലുതാണെന്നും ദൈവം ചെയ്ത പ്രവൃത്തിയിലൂടെ താൻ വെളിപ്പെടും. പക്ഷെ നമ്മൾ അതൊരു വികാര തലത്തിൽ മാത്രമാക്കി വെച്ച് പ്രായോഗിക തലത്തിൽ വരുത്തുവാൻ ഇഷ്ടമില്ലാതെ നമ്മുടേതായ രീതിയിൽ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് നമ്മുടെ സ്വഭാവം, പഴയ മനുഷ്യൻ്റെ സ്വഭാവം നമ്മിൽ കുടികൊള്ളുന്നുണ്ട്. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ പാപം വളരെ ഗൗരവത്തോടെയാണ് ദൈവം കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവമായ ശിക്ഷാക്രമത്തിൽ കൂടെ തൻ്റെ പുത്രനെ കടത്തിവിട്ടുകൊണ്ട് പാപപരിഹാരം വരുത്തുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിക്കുമെങ്കിൽ അത് തുടർന്നുള്ള ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കുന്നു.